2025 ഫെബ്രുവരിയിലെ മടക്കയാത്രയിൽ ഈ ഡ്രാഗൺ പേടകം ഇരുവർക്കും പുറമെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിക്കുമെന്നാണ് വിവരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 മാസം നീണ്ട പരീക്ഷണങ്ങൾക്കാണ് സ്പേസ് എക്സിന്റെ ക്രൂ 9 ദൌത്യമെത്തിയത്. 2024 സെപ്റ്റംബർ 29-നാണ് നിക് ഹഗ്യൂവും അലക്സാണ്ടർ ഗോർബുനോവും ഫ്ലോറിഡയിലെ SLC-40 ലോഞ്ച് പാഡിൽ നിന്ന് കുതിച്ചുയർന്നത്. ക്രൂ 9ന്റെ കമാൻഡർ നിക്കായിരുന്നു. മുൻ നിശ്ചയിച്ചപ്രകാരം ഡ്രാഗൺ ഫ്രീഡം ബഹിരാകാശ പേടകം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. സുനിത വില്യംസിന്റെ നേതൃത്വത്തിൽ ISS-ലുള്ള നിലവിലെ സഞ്ചാരികൾ ക്രൂ 9-ലെത്തി ഇരുവരെയും ബഹിരാകാശത്തേക്ക് സ്വാഗതം ചെയ്തു. ഡ്രാഗൺ ഫ്രീഡം ഡോക്ക് ചെയ്യുന്നതും നിക്കും ഗോർബുനോവും നിലയത്തിലെ മറ്റ് സഞ്ചാരികൾക്കൊപ്പം ചേരുന്നതും നാസയും സ്പേസ് എക്സും വീഡിയോ സഹിതം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിലാവും സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ ഫ്രീഡം പേടകം ഭൂമിയിലേക്ക് മടങ്ങിവരിക. ഇരുവർക്കുമുള്ള ഇരിപ്പിടം ഒഴിച്ചിട്ടാണ് ഡ്രാഗൺ പേടകത്തെ നാസയും സ്പേസ് എക്സും ചേർന്ന് ഫാൽക്കൺ 9 റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചത്. 2024 ജൂൺ 6-നാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതയും ബുച്ചും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത്. വെറും 8 ദിവസത്തെ ദൌത്യത്തിനായി ISS-ൽ എത്തിയ ഇരുവർക്കും സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയാതെ വന്നത്. ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുണ്ടായിരുന്ന സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി 2025 ഫെബ്രുവരിയിൽ ഡ്രാഗൺ പേടകത്തിൽ ഇരുവരെയും തിരികെ എത്തിക്കാമെന്നായിരുന്നു നാസയുടെ തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.